വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ എക്സിം കണ്ടെയ്നർ ഫ്ലാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് അറിയിച്ചെങ്കിലും എത്തിയില്ല. അതേസമയം ലോകത്തിലേക്കുള്ള വികസന കവാടമാണ് തുറന്നിരിക്കുന്നതെന്ന് ഫ്ലാഗ് ഓഫ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. റോഡ് റെയിൽ കണക്ടിവിറ്റി 10 വർഷം കൊണ്ട് പൂർത്തിയാക്കിയെങ്കിൽ 100 ഇരട്ടി വരുമാനം കിട്ടിയേനെ. ഭൂമി ഏറ്റെടുക്കുന്നത് വളരെ വേഗത്തിലാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ നമ്മുടെ പ്രോഡക്റ്റുകൾ കൂടി നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റണം. നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രി, കശുവണ്ടി, കയർ, കൈത്തറി തുടങ്ങിയ മെറ്റീരിയൽസ്, നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ, നമ്മുടെ ഓളിയോർസൻസ്, ഇതെല്ലാം കേരളത്തിൽ നിന്ന് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നൊരു തടസ്സവും കൂടാതെ നമുക്ക് എല്ലാ ലോക രാജ്യങ്ങളിലും എത്തിക്കാൻ കഴിയണം. ഇന്ന് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്, ഇന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനത്തിൽ 2 സ്ഥാപനങ്ങളുടെ നിലമേൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെയും ആസ്പിൻ വാളിന്റെയും ഫുഡ് പ്രോഡക്ട്സ് പോവുകയാണ്. എന്തൊക്കെ ഉണ്ടെന്നറിയാം ഇന്ന് പോകുന്നതിൽ? ഇഡലിയും സാമ്പാറും ഉണ്ട്. ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഇലയടയുണ്ട്, പഴംപൊരിയുണ്ട്. ഇതടക്കമുള്ള കേരളത്തിലെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇന്ന് കയറ്റുമതി ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പം ഞങ്ങൾ ഗവൺമെന്റ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ, അതിനെല്ലാം ഞങ്ങൾ കേരള ബ്രാൻഡ് കൊടുക്കുകയാണ് പരിശോധിച്ച്. ആ കേരള ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ കൂടി ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ വലിയ സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഇന്നുള്ള ഈ സംഭവം തുടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ അനുബന്ധമായ കാര്യങ്ങൾ സമയബന്ധിതമായി തീർക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിന് വേണ്ടി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നവ കയറ്റുമതി ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട്. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റണം. അതിനായി മിഷൻ സമുദ്ര ഇന്ന് ആരംഭിക്കുകയാണ്. 18 ഹാർബറുകളെയും ഒത്തൊരുമിച്ച് പദ്ധതി നടപ്പിലാക്കും. നിക്ഷേപങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമയബന്ധിതമായി പദ്ധതികൾ നടപ്പിലാക്കും. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരു കൺസൾട്ടൻസി ആരംഭിക്കണം. വലിയൊരു സ്വപ്നത്തിൻ്റെ ആരംഭമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെല്ലാം കയറ്റുമതി ചെയ്യാമെന്നും ഇന്ന് കയറ്റുമതി ചെയ്യുന്നതിൽ ഇലയടയും പഴംപൊരിയുമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അനുബന്ധ വികസന പദ്ധതികളെല്ലാം സമയബന്ധിതമായി തീർക്കും. സ്വകാര്യ നിക്ഷേപത്തിനുള്ള ചർച്ചകൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. കൊച്ചിൻ പോർട്ടിന് ആവശ്യമുള്ള സ്ഥലം നൽകും. നിലവിൽ ക്രൂയിസ് ടെർമിനലിന് സ്ഥലം നൽകി. കൊച്ചിയിൽ ഓഷ്യൻ ഏറിയത്തിനുള്ള നടപടി തുടങ്ങി. പോർട്ട് സിറ്റി, മിഷൻ സമുദ്ര പദ്ധതികൾ സർവകലാശാലകളുമായി സംയോജിപ്പിക്കാൻ തയ്യാറെടുക്കും. വിഴിഞ്ഞത്ത് കൺസൾട്ടൻസി തുടങ്ങുമെന്നും മുഴുവൻ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തെ എക്സിം ചരക്ക് നീക്കത്തിലൂടെ വ്യാപാര വ്യവസായ വളർച്ച മാത്രമല്ല, സാധാരണക്കാരുടെ ജീവിതത്തിലും വൻ കുതിപ്പ് ഉണ്ടാകുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വിഴിഞ്ഞം ഇന്ത്യയും ലോകവും തമ്മിലുള്ള ഗേറ്റ് വേ ആയി മാറിയെന്ന് അദാനി പോർട്ട് CEO അശ്വിനി ഗുപ്ത പറഞ്ഞു. തമിഴ്നാട്, കർണാടക, കേരളം റോഡ് കണക്ടിവിറ്റി പുതിയ മാറ്റമുണ്ടാക്കും. ഇതിനിടെ മുഖ്യാതിഥിയാകേണ്ട കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ പങ്കെടുത്തില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.